ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കേക്കിൻ്റെ വീഡിയോ തന്നെയാണ്. നമ്മൾ കേക്കിൻ്റെ വീഡിയോസ് ഒത്തിരി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമുക്ക് ഓർഡർ തരുന്ന അല്ലെങ്കിൽ നമുക്ക് വേറൊരാളുടെ എൻഗേജ്മെൻറ്റ്, കല്യാണം, വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെയാണ് നമ്മൾ മിക്കവാറും എല്ലാ കേക്കും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള, എൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള കേക്കാണ്. എൻ്റെ സ്വന്തം എൻഗേജ്മെൻറ്റിൻ്റെ കേക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെടുത്തേക്കുന്ന എല്ലാ കേക്കും ചെയ്യുന്ന പോലെ നമ്മൾ മൈദ മാവ് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് 250 ml 2 കപ്പിലുള്ള മൈദയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ അതിനകത്തേക്ക് 2 ടീസ്പൂൺ നമ്മുടെ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറിലെ കൊക്കോ പൗഡർ എടുക്കാൻ ശ്രമിക്കുക. തീരെ ലൈറ്റ് കളർ വേണ്ട, നല്ല ഡാർക്ക് കളറിലെ കൊക്കോ പൗഡർ എടുത്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ നമ്മൾ മിക്സാക്കി എടുക്കുക. നിങ്ങൾക്ക് 3 പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പിൽ മിക്സ് ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. നല്ല ഡാർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ കളർ ചേഞ്ച് അറിയാൻ പറ്റും. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്തൊരു 2 ടയർ കേക്കാണ്. മൊത്തത്തിൽ 3 kg വരുന്നുണ്ട്. താഴത്തെ ബേസ് 2 kg, മുകളിലത്തെ 1 kg. അപ്പോൾ നമ്മൾ 2 ടയർ കേക്ക്, ടോട്ടൽ 3 kg. അപ്പോൾ നമ്മൾ സാധാരണ 2 കിലോ കേക്കിന് നമ്മൾ എടുക്കുമ്പോൾ 8 മുട്ടയാണ് നമ്മൾ പതിവായിട്ട് എടുക്കാറ്. അപ്പം 8 മുട്ട നോക്കുമ്പോൾ ഒരു മീഡിയം സൈസ് മുട്ടയാണെങ്കിൽ നമുക്ക് 8 എടുക്കും. ഇച്ചിരി വലുതാണെന്നുണ്ടെങ്കിൽ 7 എടുത്താൽ മതി. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 8 എടുക്കുന്നത്. 8 മുട്ടയിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഇച്ചിരി ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുക. കാരണം നമ്മൾ മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് വാനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേക്ക് എടുക്കുമ്പോൾ ആ മുട്ടയുടെ സ്മെല്ല് വരും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ കേക്കിൻ്റെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ സ്മെല്ല് കേക്കിൽ ഉണ്ടാവില്ല. നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒരു നല്ല ഫ്ലഫി ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടിപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പഞ്ചസാര ഇട്ടു. അതിൻ്റെ ഒഴിവ് തന്നെ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓയിൽ നമ്മൾ 1 കപ്പ് ഓയിലാണ് എടുത്തത്. കാരണം നമ്മൾ 1/2 കപ്പ് ഓയിലാണ് എടുക്കുന്നത്. ഇപ്പം 2 kg ഉണ്ട്, നമ്മൾ 1 കപ്പ് ഓയിലാണ് എടുത്തേക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞത്, നമ്മൾ ഹോൾ ഷുഗർ 2 കപ്പ് എടുത്ത് പൊടിപ്പിച്ചാണ് ആഡ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ 2 കപ്പ് പൊടിയല്ല ആഡ് ചെയ്തത്, ഷുഗർ പൗഡറല്ല ആഡ് ചെയ്യുന്നത്. മുഴുവൻ പഞ്ചസാര 2 കപ്പ് എടുത്തിട്ട് അതിനെ പൗഡർ ചെയ്യും, എന്നിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയും പഞ്ചസാരയും നല്ലവണ്ണം ബീറ്റ് ചെയ്യുക. അതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഓവർ ബീറ്റ് ചെയ്യേണ്ട, ഒരു മിനിമലായിട്ട് എണ്ണ ഒന്ന് മിക്സായി വരത്തക്ക രീതിയിൽ മാത്രം ബീറ്റ് ചെയ്താൽ മതി. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുക നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആദ്യമേ മിക്സ് ചെയ്ത് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. നമ്മൾ എപ്പോഴും പറഞ്ഞൊരു 3 ബാച്ചാണ് ഇടാൻ പറഞ്ഞത്. ഞാനിപ്പോൾ തൽക്കാലം 2 ബാച്ചേ ഇടുന്നുള്ളൂ. അപ്പം ഇതിന് ഇച്ചിരി ഒരു ധൃതിയും കൂടെ ഉണ്ട് നമുക്ക് ഈ കേക്ക് ചെയ്തു പോകുന്നത്. കാരണം എനിക്ക് നാളത്തെയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തു വരണം. അപ്പോൾ അതിനോടൊപ്പം കേക്കും നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രീൻ വെൽവെറ്റ് കേക്കാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റെഡും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രീൻ വെൽവെറ്റ് കേക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ കുറച്ച് ഗ്രീൻ കളർ, ഷെഫ് മാസ്റ്ററിൻ്റെ ഗ്രീൻ കളറാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നല്ലപോലെ നമ്മൾ കളർ ഉപയോഗിച്ച് നല്ലപോലെ മിക്സാക്കി നല്ല അത്യാവശ്യം കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ബദാം മിൽക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ബദാം മിൽക്ക് ആഡ് ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കിട്ടും. കേക്ക് കുറച്ചും കൂടി ഫ്ലഫി ആയിരിക്കും. നല്ലൊരു ഒരു മോയിസ്റ്റ് ആയിട്ട് നല്ലൊരു സോഫ്റ്റ് കേക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ബാറ്റർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 10 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ പാനിലേക്ക് നമ്മുടെ ബട്ടർ പേപ്പർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ സെയിം ബാറ്റർ ഒഴിച്ചു. ഇതേപോലെ തന്നെയാണ് നമ്മൾ 1 kg കേക്കും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റായിട്ട് കാണിക്കുന്നില്ല. സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഇതിൻ്റെ നേരെ പകുതി എടുത്ത് നിങ്ങൾക്ക് 1 kg കേക്ക് നമ്മൾ ഓൾറെഡി അല്ലാതെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കിലും മറ്റേ അല്ലാത്ത കേക്കിലൊക്കെ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസും ക്വാണ്ടിറ്റി എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 180 ഡിഗ്രിയിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മളൊരു 30 to 45 മിനിറ്റ്സ് നമ്മളൊരു 160 ഡിഗ്രിയിൽ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കാം. ഞാനിപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തേക്കുന്നത്. ആക്ച്വലി നമുക്ക് 2 kg കേക്കിന് നമുക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. ഞാനിപ്പം 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുള്ളൂ. നല്ലതുപോലെ ക്രീം ഒന്ന് വിപ്പാക്കി സ്റ്റിഫാക്കി പീക്കാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം ചോദിക്കും ഈ ക്രീം എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചരിച്ച് നോക്കിയാൽ ആ ക്രീം വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം സെറ്റായെന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കേക്ക് ബോർഡിൽ ഞാൻ ഹോൾ ഇട്ട് വെച്ചു, ചെറുതായിട്ട് കാണാൻ നിങ്ങൾക്ക് സൈഡിൽ. അതെന്താണെന്ന് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ നമ്മൾ നല്ലൊരു 2 kg കേക്കിൻ്റെ ബോർഡ് തന്നെ എടുക്കുക. ഇച്ചിരി കട്ടിയുള്ള ബോർഡ് എടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു, ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക. അത് നല്ലപോലെ ഇതിനകത്ത് ഞാൻ ചെറിയൊരു ഹണി ഒഴിച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പിൽ നമ്മൾ സാധാരണ ഷുഗർ സിറപ്പ് ചെയ്യുന്ന പോലെ അതിനകത്ത് ഞാൻ ഹണിയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഇവിടെ കാണിക്കാൻ വിട്ടുപോയതാണ്. എന്നാൽ നമുക്ക് ഹണിയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ നമുക്കിതിനകത്തേക്ക് പ്ലെയിൻ നമുക്കിതിനകത്ത് ക്രീം സ്പ്രെഡ് ചെയ്യുക. നമുക്കിതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ബദാമോ കാഷ്നട്ട്സോ, കാഷ്നട്ട് വേണ്ടെന്ന് തോന്നുന്നു, ബദാം പിസ്തയൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവർ. ഞാനിപ്പോൾ തൽക്കാലം അങ്ങോട്ടൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചു. ഇതേപോലെ തന്നെയാണ് നമ്മൾ 3 ലെയറിലും ചെയ്യാൻ പോകുന്നത്. 4 ലെയർ വേണമെങ്കിൽ ചെയ്യാം, കാരണം കുറച്ച് ഹൈറ്റ് കിട്ടും. ഞാൻ പിന്നെ ഇതിപ്പം 10 ഇഞ്ച് കേക്കാണ് നമ്മൾ എടുക്കുമ്പോൾ പൊട്ടിപ്പോയാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ 3 ലെയറിൽ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ലെയറിൽ കട്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് കേക്ക് ലെയർ ചെയ്ത് ക്രീം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ക്രീമൊക്കെ ചെയ്തു, സൈഡൊക്കെ ഒന്ന് നമ്മൾ ക്രം കോട്ട് ചെയ്യുക, ലെവലാക്കി എടുക്കുക, സ്ക്രേപ്പർ ഉപയോഗിച്ചൊക്കെ ലെവലാക്കി റെഡിയാക്കി എടുക്കുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ 1 kg ചെയ്യേണ്ടതും. അപ്പം ഞാനത് പിന്നും കാണിക്കുന്നത് ഓൾറെഡി നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഫൈനൽ ക്രീമൊക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി ലെവൽ ചെയ്ത് സൈഡൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ കേക്കും ചെയ്യുന്ന പോലെ നമ്മൾ 2 ടയർ നമ്മൾ ചെയ്ത് അതിൻ്റെ പുറത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി എല്ലാ കേക്കിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. 2-3 കേക്കിൽ നമ്മൾ കാണിച്ചു, അതുകൊണ്ട് റിപ്പീറ്റഡ് കാണിക്കുന്നത്. ഇതിന് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് സ്റ്റിക്ക് കിട്ടും വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ ഉടൻ സ്റ്റിക്ക് കിട്ടും. ഞാനിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പം ചരിഞ്ഞ് പോകാതെ വീണ് പോകാതെ നമുക്ക് അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് ഒരു പാക്കറ്റ് 30 രൂപ എങ്ങാണ്ടാണ് വരുന്നത്. അപ്പോൾ സ്റ്റിക്കൊക്കെ നമുക്ക് ഈസിയായിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് ഫ്ലവേഴ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതിനോടെ തന്നെ നമ്മൾ എൻ്റെ ലീഫും വെക്കുന്നുണ്ട്. ഞാനൊരു റെഡ് വൈറ്റ് തീമിലാണ് വെക്കുന്നത്. അപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടം വൈറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു റെഡ് വൈറ്റ് തീമിൽ വെക്കുന്നതേ ഉള്ളൂ. കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്ര വലിയ ഗംഭീര ഡെക്കറേഷൻസിലോട്ടൊന്നും പോകുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഡെക്കറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം പിന്നെ കുറച്ച് വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ മൊത്തം ഒരു വൈറ്റ് തീമാണ് നമ്മൾ കേക്കിന് പ്ലാൻ ചെയ്തത്. അപ്പം ആ വൈറ്റും റെഡും ആകുമ്പോഴത്തേനും ഒരു നല്ലൊരു ഭംഗി കിട്ടും എന്നൊരു ചെറിയ കണക്കൂട്ടിലാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കേക്ക് ബോർഡിൽ ഹോൾ ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവർ ആർച്ച് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കാല് നമ്മൾ ആ കേക്ക് ബോർഡിനകത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റേപ്പിൾ ചെയ്ത് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്വൈൻ നൂല് എന്തെങ്കിലും വെച്ച് കെട്ടി കൊടുക്കുക. മറ്റേ ഈ ആർച്ചിൻ്റെ എൻഡ് നമ്മുടെ കേക്കിൽ കുത്തി ഇറക്കി കൊടുക്കുക. അപ്പോൾ നമ്മളൊരു അലുമിനിയം കമ്പിയോ എന്തെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ നമ്മൾ വുഡൻ കമ്പി എന്തെങ്കിലും ഒരു കമ്പി ഇങ്ങനെ വളച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ വൈൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ഫ്ലവർ വയ്ക്കാം. ഞാനിപ്പം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചേക്ക് നോക്കണ്ട, നിങ്ങൾക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എങ്ങനത്തെ വേണമെങ്കിലും എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ തൽക്കാലം ഇപ്പോൾ ഇതേ കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു തീമിൽ ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓർഡർ ഇതേപോലെ ചെയ്ത് ആർക്കെങ്കിലും ഓർഡേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പം പക്ഷേ ഈ ഫ്ലവേഴ്സിൻ്റെ റേറ്റും കൂടെ അഡീഷണൽ ആവുന്നേ ഉള്ളൂ. അത് ഫ്രഷ് ഫ്ലവർ ആണെങ്കിൽ അങ്ങനെ, നോർമൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഡെക്കറേഷൻസ് കഴിഞ്ഞ് ജസ്റ്റ് എൻഗേജ് ചെയ്യുന്നൊരു നമ്മൾ ടോപ്പറും കൂടെ കേക്കിൽ കുത്തി വെക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കേക്കിന്. വളരെ ഗംഭീരമൊന്നും പറയുന്നില്ല, എന്നിരുന്നാലും നമ്മളെ കൊണ്ടാകുന്ന പോലെ ഉള്ള സമയത്തിൽ, പരിമിതമായ സമയത്തിൽ നമുക്ക് ഒരു കേക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ തന്നെ കേക്ക് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് അതിന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ സ്വന്തം എൻഗേജ്മെൻ്റ് അല്ല, അപ്പോൾ വലിയ കുഴപ്പങ്ങളായാലും അതിനകത്ത് കംപ്ലയിൻ്റ് ഒന്നും ആരും പറയാൻ പോകുന്നില്ല. ഞാൻ തന്നെയാണ് കസ്റ്റമർ, ഞാൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും പറയാൻ പോകുന്നില്ല. ഞാനതിൽ എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ ഫ്രണ്ട്സ്.